Dear students, welcome to our social science class. സോഷ്യൽ സയൻസിൻ്റെ 5ാമത്തെ യൂണിറ്റായ എക്കണോമിക് സോഴ്സസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം പഠിച്ചത് പ്രൈമറി സെക്ടർ എന്താണെന്നും സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ എന്താണെന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്താണ് പ്രൈമറി സെക്ടർ? ദി സെക്ടർ ഇൻവോൾവിംഗ് ആക്ടിവിറ്റീസ് മേക്കിംഗ് ഡയറക്റ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഈസ് കാൾഡ് പ്രൈമറി സെക്ടർ. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. സെക്കൻഡറി സെക്ടറോ? There are economic activities that manufacture goods making use of the products of primary sector as the raw materials. Such activities fall under the secondary sector. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ഈ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. അടുത്തത് ടെർഷറി സെക്ടർ ഓർ സർവീസ് സെക്ടർ അല്ലെങ്കിൽ തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല. സർവീസ് സെക്ടർ കളക്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് പ്രോഡക്ട്സ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. അന്നേരം ഈ എക്കണോമിക് ഗ്രോത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെർഷറി സെക്ടറും പരസ്പരം ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ചയുണ്ടാകുന്നത് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നത്. Economic growth takes place when primary, secondary and tertiary sectors functions as a whole. ഈ മൂന്ന് മേഖലകളും പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നത്. അതിനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഒരു പരുത്തി കർഷകനാണ്. അപ്പോൾ കോട്ടൺ കൾട്ടിവേഷനാണ്, ഒരു ഫാർമറാണ് അദ്ദേഹം ഉണ്ടാക്കുന്ന ഈ പരുത്തി ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്ന ആളാണ് ഈ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ആദ്യത്തേത് ഏതിൽ വരും? പ്രൈമറി സെക്ടറിൽ വരും. രണ്ടാമത്തേത് സെക്കൻഡറി സെക്ടറിൽ വരുന്നു. അടുത്തത് മൂന്നാമത്തേത് നമ്മുടെ ടെക്സ്റ്റൈൽസ് ആണ്. ടെക്സ്റ്റൈൽസ് ഏതിലാണ് വരുന്നത്? ടെർഷറി സെക്ടറിലാണ് വരുന്നത്. സെക്കൻഡറി സെക്ടറായ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് എവിടെയാണ്? ഈ പറയുന്ന ടെക്സ്റ്റൈൽസിലാണ്. അപ്പോൾ ഈ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത് ടെർഷറി സെക്ടറാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നമായ പരുത്തി ദ്വിതീയ മേഖലയായ തുണി വ്യവസായ മേഖലയ്ക്ക് അസംസ്കൃത വസ്തുവാണ്. വ്യവസായ മേഖലയിലെ തുണി ആവശ്യക്കാർക്ക് എത്തിക്കുന്നതിന് ഗതാഗത വാർത്താവിനിമയ രംഗത്തെ സഹായങ്ങളും ആവശ്യമാണ്. ഇവയെല്ലാം തൃതീയ മേഖലയിലെ സേവനങ്ങളാണ്. റോ കോട്ടൺ എ പ്രോഡക്റ്റ് ഓഫ് പ്രൈമറി സെക്ടർ ഇസ് ദി റോ മെറ്റീരിയൽ ടു ദി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അപ്പോൾ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ റോ മെറ്റീരിയൽസ് ആവശ്യമായ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറിലെ ഏതാണ്? റോ കോട്ടനാണ്. കോട്ടൺ എന്ന് പറയുന്നത് പരുത്തി. അവിടെ ആ പരുത്തി എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറാണ്, അത് പ്രാഥമിക മേഖലയാണ്. അപ്പോഴും ദി സർവീസസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ എസെൻഷ്യൽ ഫോർ സപ്ലൈയിങ് ദീസ് പ്രോഡക്ട്സ് ടു ദി കസ്റ്റമേഴ്സ്. ഓൾ ദീസ് ആർ സർവീസസ് ഓഫ് ടെർഷറി സെക്ടർ. പ്രൈമറി സെക്ടറിലെ പ്രോഡക്റ്റാണ് റോ കോട്ടൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരുത്തി എന്ന് പറയുന്നത്. പ്രൈമറി സെക്ടറിലെ പ്രോഡക്റ്റാണ് സെക്കൻഡറി സെക്ടറായ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടിയുള്ള റോ മെറ്റീരിയലാണ് ഈ പരുത്തി. സർവീസസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ എസെൻഷ്യൽ ഫോർ സപ്ലൈയിങ് ദീസ് പ്രോഡക്ട്സ് ടു ദി കസ്റ്റമേഴ്സിന് ഈ പ്രോഡക്റ്റ്, അതായത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു വരുന്ന പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമാണ്? ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ ഇവ ആവശ്യമാണ്. ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഗതാഗതം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാർത്താവിനിമയം എന്നിവ അത്യാവശ്യമാണ്. ഓൾ ദീസ് ആർ സർവീസസ് ഓഫ് ടെർഷറി സെക്ടർ. അപ്പോൾ ഇതെല്ലാം വരുന്നത് ടെർഷറി സെക്ടറിൽ അല്ലെങ്കിൽ തൃതീയ മേഖലയിലാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ CSO. കേന്ദ്ര സ്ഥിതി വിവരണ പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ CSO എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന ചുമതലകൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. രണ്ടാമത്തേത്, എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. മൂന്നാമത്തേത്, സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. ഇവയൊക്കെയാണ് CSO അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ ചുമതലകൾ എന്ന് പറയുന്നത്. എന്താണ്? ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് വർക്ക്സ് അണ്ടർ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന
മിനിസ്ട്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് CSO അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അതിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? കോഓർഡിനേറ്റ് ആൻഡ് അനലൈസ് ഡേറ്റയെ കോർഡിനേറ്റ് ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. രണ്ടാമത്തേത് കളക്ട് ഡേറ്റ ഓഫ് ഓൾ സെക്ടേഴ്സ് ആൻഡ് പ്രോസസ് ഇറ്റ് ഫോർ പ്ലാനിംഗ് പർപ്പസ്. എല്ലാ സെക്ടേഴ്സിൽ നിന്നുമുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നു, ആസൂത്രണത്തിന് വേണ്ടിയിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? പ്രോസസ്സ് ചെയ്യുന്നു. മൂന്നാമത്തേത് ഫംഗ്ഷൻ എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം യൂസിങ് ഡേറ്റ. ഈ പറയുന്ന ഡേറ്റാസ് ഉപയോഗിച്ച് നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ദേശീയ വരുമാനം കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ നാഷണൽ ഇൻകം കണക്കാക്കുന്ന ഏജൻസി ഏതാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ CSO എക്കണോമിക് ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്തിട്ടുണ്ട്? 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതാണ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ, അല്ലെങ്കിൽ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇങ്ങനെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ ഈ 3 സെക്ടറായിട്ട് തരംതിരിച്ചിരിക്കുന്നത് ആരാണ്? ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ CSO ആണ്. പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെർഷറി സെക്ടറും എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. പ്രൈമറി സെക്ടറിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, ഫോറസ്ട്രി, ഫിഷിംഗ്, മൈനിങ്. ഇത് നമ്മൾ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് പ്രൈമറി സെക്ടറിൽ വരുന്നത്? അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, ഫോറസ്ട്രി, ഫിഷിംഗ്, മൈനിങ്. സെക്കൻഡറി സെക്ടറിൽ ഏതൊക്കെയാണ് വരുന്നത്? ഇൻഡസ്ട്രി, ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഏതൊക്കെയാണ്? ഇൻഡസ്ട്രി, ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ടെർഷറി സെക്ടറിൽ ഏതൊക്കെയാണ്? ട്രേഡ്, ട്രാൻസ്പോർട്ട്, ഹോട്ടൽ, കമ്മ്യൂണിക്കേഷൻ, പ്രൊക്യൂർമെൻറ്റ്, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് ആൻഡ് സോഷ്യൽ സർവീസസ്. ഇതൊക്കെ ടെർഷറി സെക്ടറാണ്. ഏതൊക്കെയാണ്? ട്രേഡ്, ട്രാൻസ്പോർട്ട്, ഹോട്ടൽ, കമ്മ്യൂണിക്കേഷൻ, പ്രൊക്യൂർമെൻറ്റ്, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് ആൻഡ് സോഷ്യൽ സർവീസസ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രാഥമിക മേഖലയിൽ ഏതൊക്കെയാണ്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. ദ്വിതീയ മേഖലയിൽ വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം. തൃതീയ മേഖലയിൽ വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. മനസ്സിലായല്ലോ? ഇനി അടുത്തത് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധം കാണിക്കുന്ന 2 ഉദാഹരണങ്ങൾ കണ്ടെത്തുക. അത് നമുക്ക് അതാണ് പറയുന്നത്. നമ്മൾ ഒരെണ്ണം നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഫൈൻഡ് ഔട്ട് അനദർ 2 എക്സാമ്പിൾസ് ഷോയിങ് ദി ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി സെക്ടർ. നമ്മുടെ പാഠത്തിൽ കോട്ടൺ കൾട്ടിവേഷൻ്റെ ടീച്ചർ പറഞ്ഞില്ലേ, അതുപോലെ എന്ത് ചെയ്യുക? 2 ഉദാഹരണങ്ങൾ കണ്ടെത്തുക. അത് നേരത്തെ മുൻ വർഷങ്ങളിലെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ലിസ്റ്റ് ഔട്ട് വേരിയസ് ഒക്കുപ്പേഷൻസ് ഇൻ അവർ സറൗണ്ടിങ്സ് ആൻഡ് ക്ലാസിഫൈ ദം ഇൻ ടു പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി സെക്ടർ. നിങ്ങൾക്ക് ചുറ്റും വിവിധ തൊഴിലുകളുണ്ടല്ലോ, അവയെ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക. അന്നേരം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒന്ന് നോക്കിക്കേ, എന്താണ്? ഈ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടറിൻ്റെ ഇൻ്റർ റിലേഷൻഷിപ്പ് കാണിക്കുന്ന 2 എക്സാമ്പിൾസ്. ഒന്നാമത്തെ എന്താണ്? പാടി കൾട്ടിവേഷൻ. എന്താണ് പാടി കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ? നെൽകൃഷി. അതെന്ന് പറയുന്നത്, നെല്ലെന്ന് പറയുന്നത് അവിടെ പ്രൈമറി സെക്ടറാണ് നെൽകൃഷി എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് റൈസ് മില്ല് അത് എവിടെ വരും? സെക്കൻഡറി സെക്ടറിൽ വരും. അവിടെ റൈസ് മില്ലിൽ ചെല്ലുമ്പോൾ അതെന്തായിട്ട് മാറും? റൈസായിട്ട് മാറും. അതിവിടെ നിന്ന് എവിടേക്ക് പോകുന്നു? സെയിൽസ് സെൻറ്റേഴ്സ് ഓഫ് റൈസ്, വിപണന കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നു. അന്നേരം അത് ടെർഷറി സെക്ടറായി മാറും. അന്നേരം പാടി കൾട്ടിവേഷൻ, നെൽകൃഷി പ്രൈമറി സെക്ടർ, റൈസ് മില്ലെന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടർ, സെയിൽസ് സെൻറ്റേഴ്സ് ഓഫ് റൈസ്, വിപണന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ടെർഷറി സെക്ടറാണ്. അതുപോലെ രണ്ടാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് റബ്ബർ കൾട്ടിവേഷൻ, അതായത് റബ്ബർ കൃഷി. അത് ടയർ മേക്കിംഗ്, അത് ടയർ നിർമ്മാണ ഫാക്ടറിയിലേക്ക് പോകും, അവിടെ ടയറായിട്ട് മാറും. അടുത്തത് സെയിൽസ് ഓഫ് ടയർ എന്ന് പറയുന്നത് ടയറിൻ്റെ എന്താണ് വിൽപ്പന, അതെന്ന് പറയുന്നത് ടെർഷറി സെക്ടറാണ്. നമ്മുടെ ടെക്സ്റ്റിൽ കോട്ടൺ കൾട്ടിവേഷൻ്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്. ആ ഫിഗറിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓരോന്നും ഈ ടീച്ചർ തന്നിട്ടുള്ള പേരുകൾ എഴുതിയിട്ട് എന്ത് ചെയ്യുക? ആരോ മാർക്ക് അതുപോലെ കൊടുത്താൽ
മതിയാകും. അത് നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ നമ്മൾ അങ്ങനെ വേണം എഴുതാൻ. എന്താണ്, ആ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് പോലെ ആ ചിത്രത്തിന് പകരം എന്ത് ചെയ്യുക, ടീച്ചർ തന്നിരിക്കുന്ന ഓരോന്നിൻ്റെയും പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടറിൻ്റെ പേര് എഴുതുക. ഓരോന്നും ആരോ മാർക്ക് കൊടുത്ത് എഴുതുക. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ലിസ്റ്റ് ഔട്ട് വേരിയസ് ഒക്കുപ്പേഷൻസ് ഇൻ അവർ സറൗണ്ടിങ്സ് ആൻഡ് ക്ലാസിഫൈ ദം ഇൻ ടു പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി സെക്ടർ. എന്താണ്, നമ്മുടെ ചുറ്റും കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും വിവിധ തൊഴിലുകളുണ്ടല്ലോ, അവയെ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആദ്യത്തെ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തന്നതാണ്. എന്താണ് പ്രൈമറി സെക്ടറിൽ വരുന്നത്? എന്താ, ഫാമിംഗ്, ഫിഷിംഗ്, മൈനിങ്, കാറ്റിൽ ഫാമിംഗ്. ഫാമിംഗ് എന്താ, കൃഷി, ഫിഷിംഗ് മത്സ്യബന്ധനം, മൈനിങ് ഖനനം, കാറ്റിൽ ഫാമിംഗ് എന്ന് പറയുന്നത് കന്നുകാലി വളർത്തൽ. സെക്കൻഡറി സെക്ടറിൽ വരുന്നത് എന്താണ്, വെസൽ മേക്കിംഗ്, ടീ പൗഡർ മേക്കിംഗ്, എംപ്ലോയിഡ് ഇൻ ഫാക്ടറീസ്, കൺസ്ട്രക്ഷൻ വർക്ക്. വെസൽ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ പാത്ര നിർമ്മാണം, ടീ പൗഡർ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ തേയില നിർമ്മാണം, എംപ്ലോയിഡ് ഇൻ ഫാക്ടറീസ് ഫാക്ടറി തൊഴിലുകൾ, കൺസ്ട്രക്ഷൻ വർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതെല്ലാമാണ് സെക്കൻഡറി സെക്ടറിൽ വരുന്നത്. അടുത്ത ടെർഷറി സെക്ടറിൽ എന്താണ് വരുന്നത്, ടീച്ചിങ്, ഗവൺമെൻറ് സർവീസ്, അത് മെഡിക്കൽ ഫീൽഡ്, അതേപോലെ ബാങ്കിങ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അധ്യാപനം, ഗവൺമെൻറ് സർവീസ് സർക്കാർ ഉദ്യോഗം, മെഡിക്കൽ ഫീൽഡ് ചികിത്സ, ബാങ്കിങ്. അന്നേരം ഇത് നോട്ട്ബുക്കിൽ എഴുതണം. എന്താണ്, ഇത് മലയാളം മീഡിയംകാരും എഴുതുക. പ്രാഥമിക മേഖലയിൽ ഏതൊക്കെയാണ് വരുന്നത്, കൃഷി, മത്സ്യബന്ധനം, ഖനനം, കന്നുകാലി വളർത്തൽ. ദ്വിതീയ മേഖലയിൽ വരുന്നത് പാത്ര നിർമ്മാണം, തേയില നിർമ്മാണം, ഫാക്ടറി തൊഴിലുകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ. തൃതീയ മേഖലയിൽ എന്തൊക്കെയാണ് വരുന്നത്, അധ്യാപനം, സർക്കാർ ഉദ്യോഗം, ചികിത്സ, ബാങ്കിങ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി നന്നായി പഠിക്കുക. ഓക്കെ.